ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിംസ് എഡിറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് സംഭവങ്ങൾ ചെയ്യുമ്പോഴായിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളതിന് പല ആപ്പുകളായിക്കോട്ടെ, ഇപ്പോൾ കൈൻ മാസ്റ്ററിലും നമുക്ക് ചില ആപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രീൻ കളർ ക്ലോത്തൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. വെറും 2 മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പേ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് നമ്മുടെ ക്രോമിലാണ്. ക്രോമിൽ പോയിട്ട് നമ്മൾ ആദ്യം സെർച്ച് ബാറിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് remove.bg എന്നാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട് remove.bg എന്ന്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ഒരു ഫേസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ കണ്ടോ, റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ എഴുതി കാണിക്കുന്നത് 100% ഓട്ടോമാറ്റിക്കലി ആൻഡ് ഫ്രീ എന്നും കാണിക്കുന്നുണ്ട്. ഫ്രീ ആണ്. ഇനി അതിന് താഴെ ബ്ലൂ കളറായിട്ട് അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് ഈ സംഭവം പോകും. ഇനി ഗാലറിയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്ലോഡിംഗ് ആണ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും, കണ്ടോ താഴെ എഴുതിയിരിക്കുന്ന ഡോണ്ട് ഫോർഗെറ്റ് ടു ഡൗൺലോഡ് യുവർ ഫയൽസ്, ദേ വിൽ ബി ഡിസ്കാർഡഡ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ 60 മിനിറ്റ്സ്. 60 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് പോകും. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ആകും. ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ ഫയൽ ഡൗൺലോഡ് ആയി. ഇനി ഇത് നേരെ നമ്മുടെ ഗാലറിയിലാണ് ഓപ്പൺ ആവുക. ഓക്കെ, അപ്പം നമ്മുടെ ഗാലറിയിലാണുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, എഡിറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തമ്പനെയിൽസ് ക്രിയേഷനോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നും കൂടി നമ്മളൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഗാലറിയിലാണ്. അത് കണ്ടോ, ഡൗൺലോഡ് എന്നുള്ള നമ്മുടെ ഫയലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതായത് ബാക്ക്ഗ്രൗണ്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പിക്ചർ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ക്യാൻവയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിലേക്കോ ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനി നമുക്ക് ക്യാൻവ ആപ്പിലിട്ടാൽ എങ്ങനെയാണ് വരിക എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവ ആപ്പ് എടുക്കുന്നുണ്ട്. ക്യാൻവ ആപ്പിനെ കുറിച്ചിട്ടും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ സെർച്ച് ബാറിൽ ഒരു A5 സൈസ് അല്ലെങ്കിൽ യൂട്യൂബ് തംബ്നെയിൽ എന്ന് കൊടുക്കാം. യൂട്യൂബ് തംബ്നെയിൽസാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇവിടെ ഒരുപാട് തംബ്നെയിൽസിൻ്റെ ടെംപ്ലേറ്റ്സ് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിൽ പെയ്ഡും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാങ്ക് പേജ് തന്നെ എടുക്കാം. ഒരു ബ്ലാങ്ക് പേജ് എടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ആ ഫോട്ടോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പ്ലസ് ബാർ ഉണ്ട്. അതിൽ പോയിട്ട് ഗാലറിയിൽ പോയാൽ നേരെ ഗാലറിയിലേക്ക് പോകും. അതിൽ നമ്മുടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേജിലേക്ക് കൊണ്ടുവരാം. കണ്ടോ, അപ്പോൾ നമ്മുടെ പിക്ചർ വന്നിട്ടുണ്ട് പേജിലേക്ക്. ഇനി ഇത് നമുക്കിപ്പോൾ തംബ്നെയിൽ സെറ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, തംബ്നെയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ആർക്കും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വീഡിയോ ഇത്രയേ ഉള്ളൂ.
മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ക്രാഫ്റ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വേണ്ടി മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.